കടയിരിപ്പ് സ്ഥലത്ത് അടിച്ചിട്ട് നമ്മൾ 300 അടിയെന്നാണ് പറഞ്ഞത്. പക്ഷേ 220 ധാരാളം വെള്ളം കിട്ടി. അതെ അല്ലേ, സന്തോഷം. ഇപ്പം 5 വർഷമായില്ലേ? ഇപ്പം 5 വർഷം ആയില്ല, ഒരു 3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. 3 വർഷം. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാനം കാണാനാണ് വിളിക്കുന്നത്. അതെ, രണ്ടാമത്തെ വിളിച്ച അടുത്ത സ്ഥലം വേഗം മേടിച്ച് പുതിയൊരു കിണറാത്ത ഇനിയും വിളിക്കട്ടെ എന്നെ. എന്താ ജോലി ചെയ്യണമെന്ന് പറഞ്ഞേ? എനിക്ക് വർക്ക്ഷോപ്പ്. ചേച്ചിയോ? ഹൗസ് വൈഫാ. ആ, വർക്ക്ഷോപ്പിൽ സഹായിക്കുന്നു. വെറുതെ പറയുമല്ലേ? ബില്ലിംഗ് ഒക്കെ ഉണ്ട്. ആ, ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ, ശരി. ഒരു ആവശ്യത്തിന് വെള്ളമില്ല. ഒരു 2000 ലിറ്റർ 2000 ലിറ്റർ അടിക്കുമ്പോഴത്തേക്കും പറ്റി പോകുന്നു. ഓക്കെ. ആ, കടയിരിപ്പിൽ ആ ചേട്ടൻ്റെ വീടല്ലായിരുന്നോ? അല്ലല്ല, അത് സ്ഥലമായിരുന്നു അത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചി വൈഫാണോ? ഇത് നിങ്ങൾക്ക് വേണ്ടി പണിയുന്നതാണോ വീട്? ആ അതെ അതെ. ആ ഓക്കെ ഓക്കെ. ഇത് എത്ര സ്ക്വയർ ഫീറ്റാ? 2000? ഇത് 1650. 1650 അടിവശം. ആ, 2 ഫ്ലോർ ആയിട്ടല്ലേ? 2 ഫ്ലോർ. ഇതിപ്പോൾ ഇങ്ങോട്ട് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലേ? കിണറിൽ വെള്ളം കിട്ടുന്നില്ല. ആ കിണറിൽ വെള്ളമുണ്ടോ? ആ കിണറിൽ വെള്ളമുണ്ട്. അവരും ഈ ബോർവെൽ അടിക്കിയത്. ആ, ഓ, ഇത് പാറയാണല്ലേ? പാറയാണ്. ഇത്രയും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടായി വരാനായിട്ട് നമുക്ക് താമസം എടുക്കുക. ആ ഓക്കെ ഓക്കെ. അതായത് അടിയിൽ നന്നായിട്ട് ഉറവില്ല. ആ, അത് തന്നെ. നന്നായിട്ട് കുറവ് തന്നെയില്ല, സ്ലോവിലോ ഉറവ് തന്നെ. ആ ഓക്കെ ഓക്കെ. നമുക്കിനി വേണ്ടത് ബോർവെല്ലാണോ ഓപ്പൺ വെൽ? ബോർവെല്ലായിട്ട് നോക്കിയാൽ മതി. ഓപ്പൺ വെല്ല് വേണ്ട. ഓപ്പൺ വെല്ല് നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അടിവശം നല്ല പാറയാണ്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പാറയിലേക്ക് വെള്ളം മറ്റേന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റുമല്ലോ. ആ ഓക്കെ. ഒന്ന് ബോർവെൽ നോക്കാം നമുക്ക്. ആ അതെ. ഒരു 6-7 ഓല വേണമായിരുന്നു, പച്ചോല. ഉണ്ട് നമുക്ക് ഈ ഇവിടെ ഇതിവിടെ അതിര ഇതവിടെ ഒരു കല്ല് കെട്ടിയാണല്ലോ. ആ ഓ, അവിടെ വരെ ഉള്ളൂ. ആ ഓക്കെ. അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ അങ്ങോട്ട്. ഓക്കെ. ഇവിടെ വരെ ഉണ്ട്. മുൻവശം റോഡ് വരില്ലേ? ഇല്ലില്ല, ഇവിടം വരെ ഉള്ളൂ. ആ വാഴയുടെ തൊട്ടപ്പുറം. ആ, റോഡ് വഴിയായിട്ട് ഇവിടം വരെ ഉള്ളൂ നമുക്ക്. ആ ഓക്കെ. ഇവിടെ പിന്നെ അങ്ങനെ നേരെ അങ്ങോട്ടാ അല്ലേ? ഇത് വഴി അങ്ങോട്ട് പോണേ. ആ ഓക്കെ ഓക്കെ, ശരി ശരി. ആ പ്ലോട്ടിലേക്കുള്ള വഴി അത്. നമുക്ക് മുൻവശത്ത് ശരിക്കും പറഞ്ഞാൽ കിണറിന് നോക്കാനായിട്ട് ഒരു കുറച്ച് ഗ്യാപ്പ് ഉള്ളൂ അല്ലേ? പിന്നെ ഈ സൈഡ് ഇത് ഫ്രണ്ട് വശം ഇപ്പോൾ വടക്കോട്ട അത് വന്നാണ്. ആ ഓക്കെ ഓക്കെ. ആ ശരി ശരി. കുഴൽ കിണർ നോക്കിയാൽ പോരെ? ആ മതി. നമുക്ക് പുറകിൽ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പുറകിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ സൈഡിലാണ് സെപ്റ്റി ടാങ്ക് ഉദ്ദേശിച്ചാണ്. എവിടെ വരണം? ഈ മൂലയില? അതിൻ്റെ ആ മൂല കഴിഞ്ഞ് ഇപ്പറായിട്ട് അവിടെ. കിണറിൻ്റെ ഏരിയ ആയിട്ട് വന്ന തടസ്സമുണ്ടോ? അവിടെയാ. അവിടെ വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് എന്തെങ്കിലും മാറ്റേണ്ട വരും. ആ, ഇതിനകത്തൊരു കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ബോർവെല്ലിൻ്റെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിലെ ഇങ്ങനെ നേരെ അങ്ങനെ അങ്ങോട്ടാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് വേണമെങ്കിൽ ചെയ്യാം. അവിടെ മുൻവശത്ത് അത്ര കുഴപ്പമില്ല അല്ലേ? പക്ഷേ അവിടെ നിങ്ങൾക്ക് അവിടെ വഴി ഏരിയ ഉണ്ടോ സ്ഥലം ചെയ്യാനായിട്ട്? അവിടെ എന്തോരം കിട്ടും നമുക്ക്? വീടിനോട് ചേർന്ന് തന്നെ ചെയ്യാനും പറ്റും. ചെറിയൊരു 1 മീറ്റർ 1.5 മീറ്റർ ഗ്യാപ്പ് ഇട്ടാണെങ്കിലും ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ഇവിടെ ചെയ്യുമ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്നിമൂല കട്ട് ചെയ്ത് സെപ്റ്റി ടാങ്ക് പൈപ്പ് പോകണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ഭാഗം കൂട്ടിയെടുത്താണ് ഇവിടെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സെപ്റ്റി ടാങ്ക് വരും അല്ലേ? പാറ കടത്തി ഒരു 4-5 അടി ഗ്യാപ്പ് ഇടണം. ബോർവെലിൻ്റെ PVC പൈപ്പ് കടത്തിയിടും. പുറത്തുനിന്നുള്ള വെള്ളമൊന്നും ഇതിനകത്തോട്ട് കിടക്കില്ല. അല്ലെങ്കിൽ പിന്നെ അത് മനസ്സിനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മുന്നോട്ട് തന്നെ നിൽക്കാം അല്ലേ? അത് നോക്കിയിരിക്കുന്നതാണ്. വെള്ളം കുടിക്കുന്ന സമയത്ത് ഇനി ആ സെപ്റ്റി ടാങ്കിൻ്റെ അടുത്താണല്ലോ ഈ കിണറെന്നുള്ളൊരു ചിന്ത വേണ്ട അല്ലേ? ചേട്ടനല്ല, ചേച്ചിയാണ് സമാധാനം തരാതെ പറഞ്ഞല്ലേ? ആ ഓല തന്നേക്കാവോ? എന്നാലും നിങ്ങൾക്കന്ന് സ്ഥാനം കണ്ടപ്പോൾ കിണർ അവിടെ നിന്ന് മാറ്റി വെപ്പിക്കാറുന്നില്ല എന്നൊക്കെ പറയുമല്ലേ? ആ ഓക്കെ ഓക്കെ. ഞാനൊരു കാര്യം ചെയ്യാം. ഇതിനകത്തൊരു മാറ്റണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ആ ആയിക്കോട്ടെ.
ചേട്ടാ ഒരു ഓല എന്നേക്കാവോ? ഒരു വരം വേണോ? ഒരു കുറ്റി വേണം. കുറ്റിയാ? കുറ്റി ചേട്ടാ ഇങ്ങോട്ട് വരാം ഇപ്പോൾ ഇങ്ങോട്ട് വരാം. ഇവിടെ അടിച്ചു വെച്ചു. ഇവിടെ തടസ്സമില്ലല്ലോ. നമ്മുടെ പറമ്പിലത് കിട്ടൂലേ? ആ ഇത് കിട്ടും. തീരെ ചേർന്നുമല്ല, പ്രശ്നമില്ല. അടിച്ചു വെച്ചു. കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കമ്പിയുടെ പീസ് എന്തെങ്കിലും എടുത്ത് അടിച്ചിറക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ. ഇത് സെൻറ്റർ ഇതിനെ റൗണ്ട് ചെയ്ത് താഴ്ത്തിയാൽ മതി. ഒരു 290 300 ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളമാവും. വെള്ളം കണ്ടിട്ട് എക്സ്ട്രാ ഒരു 30-50 അടി അടിച്ചാൽ മതി. ഈ കിണറിൽ നമ്മൾ അടിച്ചാൽ കിട്ടുമൊന്നുമില്ലല്ലോ. ആ കിണറിലെ അതെന്താണെന്നറിയോ, ഒരെണ്ണം ഭൂഗർഭജലം, അതായത് ബോർവെലിൻ്റെ. മറ്റേത് ഉപരിതലത്തിലെ വെള്ളം എന്ന് പറയും. അത് മീൻസ് പാറയടിക്കുന്ന തൊട്ട് മുകളിലുള്ള വെള്ളം, അല്ലെങ്കിൽ പാറ ജസ്റ്റ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം. അതിനകത്ത് ബോർവെൽ അടിച്ച വെള്ളം കിട്ടണമെങ്കിൽ ഇതുപോലൊരു ട്രാക്ക് അതിൻ്റെ അടിയിൽ വേണം. ഇത്രയും വെള്ളം പോകും. അതെ, ഈ 2 ഓല ഇട്ടിട്ടില്ലേ, ഇതാണ് അതിൻ്റെ ട്രാക്ക്. ഇത് ആ കിണറിൻ്റെ അടിയിലൂടെ ആണെങ്കിൽ നമുക്ക് കിണറ്റിലടിക്കാം. പക്ഷേ കിണറിലടിക്കുന്ന മണ്ടത്തുര. അതായത് വർഷക്കാലത്ത് അതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ മോട്ടറൊക്കെ എടുത്ത് പൊക്കാൻ ഇറക്കാനൊക്കെ വലിയ തടസ്സമായിട്ട് വരും. ഇത് സെൻറ്ററിൽ നിന്ന് റൗണ്ട് ചെയ്ത് അടിച്ചു. ഇത് അല്ലേ? പിന്നെ നിങ്ങൾ ഇതിൽ നിന്നുള്ള വെള്ളം നേരിട്ട് അതിനകത്തോട്ട് അടിച്ചിടരുതിട്ടോ. അതിൻ്റെ സൈഡിലൊരു കുഴിയോ അല്ലെങ്കിൽ ഒരു സൈഡിൽ നനച്ചിടാവോ. അപ്പോൾ ഫിൽറ്റർ ചെയ്ത് അതിലേക്ക് ഇറങ്ങാവും. മനസ്സിലായോ? ഹാർഡ് വാട്ടറാ. അപ്പോൾ ഓക്സിജൻ്റെ കണ്ടൻറ്റൊക്കെ കിട്ടും. ഈ വെള്ളത്തിലൂടെ പയ്യെ, ഈ മണ്ണിലൂടെ പയ്യെ ഫിൽറ്റർ ചെയ്ത് പോകും. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അതിനകത്തോട്ട് അടിച്ചിട്ട് കഴിഞ്ഞാൽ നേരിട്ട് അടിച്ചിറക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഈ പാറയുടെ ഇതുണ്ടോ, ഒരു പൊടിയുണ്ട്. ഈ പൊടിയില്ലേ, ഈ പൊടി ഈ ബോർവെൽ അടിച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് പയ്യെ വരാൻ തുടങ്ങും. അത് ഈ വെള്ളത്തിൻ്റെ കൂടെ ഉണ്ടാവും. ഇത് അടിച്ചിടുന്ന ടാങ്കിനകത്ത് കയറി നോക്കിയാൽ അറിയാം, അതിൻ്റെ അടിയിൽ ഈ സാധനം ഉണ്ടാവും, ഈ പൊടി ഉണ്ടാവും. അപ്പോൾ അത് കിണറ്റിനകത്തോട്ട് അടിച്ചിട്ട് അത് കിണറിൻ്റെ അടിയിലുണ്ടാവും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് തന്നെ അടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് അടിച്ച് അതിനകത്തോട്ട് വരുമ്പോൾ അത് കലങ്ങും. ആ പൊടി താഴെ ഊർന്നിരിക്കുന്നതിന് മുമ്പേ നമ്മൾ അപ്പോൾ തന്നെ മോട്ടർ ഓൺ ആക്കുന്നതിന് പിന്നാലെ തന്നെ നമ്മൾ ടാങ്കിൽ അടിച്ച് കയറ്റി ടാങ്കിൽ നിന്ന് നേരെ ഉപയോഗിക്കും. പ്രശ്നമായിട്ട് വരും. പിന്നീട് ഇതിനകത്തുള്ള പ്ലംബിംഗ് സെറ്റിലൊക്കെ ഈ പൊടി വരും. അപ്പോൾ അത് അഴിച്ചുകളായി മറ്റേ ഒരു യെല്ലോ കളർ അല്ലേ? മനസ്സിലായി. അപ്പോൾ ഇത് കുത്തി കലക്കാനായിട്ടുള്ള മണ്ണിട്ട് കഴിഞ്ഞ് കുത്തി കലക്കണമെങ്കിൽ വേണമല്ലോ. ശരി.